ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർമാരെ കൊണ്ട് കൂടുതൽ വോട്ട് ചെയ്യിക്കണം, അതിനു വേണ്ടിയിട്ട് US എയ്ഡ് 2.1 ബില്യൺ US$ ഇന്ത്യയിലേക്ക് കൊടുത്തു എന്ന് ട്രംപിൻ്റെ വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് മോദിയെ മാറ്റി പകരം മറ്റാരെയോ തിരഞ്ഞെടുക്കപ്പെടാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു സഹായമാണോ അതെന്ന് സംശയിക്കുന്നു എന്നാണ്. ഇത് ഇപ്പോൾ BJP വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്താണ് ഈ ട്രംപിൻ്റെ വെളിപ്പെടുത്തലും ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഉണ്ടായിരിക്കുന്ന ഈ മോദിയെ മാറ്റുക എന്ന തന്ത്രം അമേരിക്കൻ ഗവൺമെൻറ് പയറ്റിയിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് ബൈഡനെതിരെയാണ് പ്രധാനമായിട്ടും ആരോപണം, പയറ്റിയിരുന്നു എന്ന ഈ വെളിപ്പെടുത്തലും ഇത് രാഷ്ട്രീയമായിട്ട് എന്ത് മാറ്റം അല്ലെങ്കിൽ എന്ത് കോളിളക്കം ഉണ്ടാക്കും? ഒന്നാമത് ഈ ട്രംപ് ഇപ്പം പറഞ്ഞ ചില യൂട്യൂബ് ചാനലുകാർ ഈ റീച്ച് കിട്ടാൻ വേണ്ടി ഇത് തംബ്നെയിൽ കൊടുക്കില്ല. തംബ്നെയിലിന് ഡിസ്കഷനായിട്ടൊരു ബന്ധം ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ അയാളെന്ന് വെച്ചാൽ അയാൾക്ക് ഇപ്പോൾ അറ്റൻഷൻ സീക്കിംഗ് സ്വഭാവം ഉണ്ടെങ്കിൽ അപ്പോൾ മാത്രമല്ല എന്തെവിടെ വിറ്റ് പോകുന്ന അങ്ങനെ നന്നായിട്ട് അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷുകാർ ഹിന്ദി സിനിമയെ പറ്റി റിവ്യൂ ചെയ്യുന്നുണ്ട്, ചൈനക്കാരൊക്കെ? കാരണം എന്താ പറയുക, ഇന്ത്യ എന്ന വലിയൊരു പോപ്പുലേഷനാണ്. അതിൽ ഡിജിറ്റൽ ലിറ്ററസി ഉള്ള ആളുകളും വളരെ കൂടുതലുണ്ട്. പല യൂറോപ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ടോട്ടൽ പോപ്പുലേഷനേക്കാൾ കൂടുതൽ ഇവിടെ എന്തുണ്ട്, ഡിജിറ്റൽ ലിറ്ററസി ആളുകൾ നമ്മളെ വലിയ നഗരങ്ങളിലുണ്ട്, കേരളത്തിലൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു വിദേശിയൊക്കെ വന്നിട്ട് നമ്മുടെ സിനിമയെ പറ്റിയൊക്കെ പറയുമ്പോൾ മമ്മൂക്ക അങ്ങനെ തമിഴ്നാട് മമ്മൂക്ക ലാൽ സാർ എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ കൊടുക്കും. അപ്പം നമ്മളെന്ത് ചെയ്യും, നമ്മളിത് കാണും, അപ്പോൾ റീച്ച് ഉണ്ടാക്കുക. ഇതാണ് പരിപാടി. ഇത് സൈക്കോളജിയാണ്. യൂട്യൂബ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അട്രാക്റ്റീവായി തമിഴ്നാട്ടിൽ കൊടുക്കാനാണ് അവർ. അതേപോലെയാണ് ഇങ്ങേര് പറയുന്ന പല കാര്യങ്ങളും. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇങ്ങനെ അങ്ങനെ ആണെങ്കിൽ തന്നെ പറയാൻ പാടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഒരു സ്റ്റേറ്റിൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് അവിടെയുള്ള ഭരണാധികാരിയുടെ ഉദ്ദേശം ഒരു ജോലിയാണ്. അതായത് സ്റ്റേറ്റിൻ്റെ രഹസ്യമാണ്, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ റിപ്പബ്ലിക് പാർട്ടിയുടെ രഹസ്യമല്ല. അത് ക്ലാസിഫൈഡാണ്. ഇയാൾ പ്രസിഡൻ്റാകുന്നതിനെതിരെ അമേരിക്കയിൽ വലിയ പ്രതിഷേധം കണ്ടാൽ കാരണം അതുകൊണ്ടാണ്. അമേരിക്കയ്ക്ക് അവിടെ സ്ട്രാറ്റജിയും ദേശീയ താല്പര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനെ ചിലപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയും. ഇതാണ് PC ജോർജാണ്, ജയശങ്കർ പറയുന്ന പോലെ അവിടുത്തെ PC ജോർജാണ് ഇങ്ങനെ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതങ്ങനെ കണ്ടാൽ മതി. പ്ലസ് ഇനി രണ്ടാമത്തെ കാര്യം, ഇതിപ്പോൾ ട്രംപ് പറയണ്ടല്ലോ, നമുക്കറിയണമെങ്കിൽ മോദിയെ മാറ്റാൻ എല്ലാ തന്ത്രങ്ങളും പയറ്റും. മോഡി യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ അമേരിക്കയ്ക്കൊന്നും ഒട്ടും തന്നെ സ്വീകാര്യമല്ല. സ്വീകാര്യമല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ കാലാകാലമായിട്ട് പയറ്റിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളുമുണ്ട്. നമുക്കെതിരായിട്ട് നമ്മളെ ഭരണാധികാരികളെ സോപ്പടിച്ചിട്ട് അവരുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് അവർക്ക് സ്വിസ് ബാങ്ക് പൈസ ഇട്ടുകൊണ്ട് അവരുടെ ഭാര്യമാർക്ക് ലോകം ചുറ്റാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ അവർ ചെയ്തിട്ടുള്ള ഈ നാട്ടുകാരെ കാലാകാലം അട്ടപ്പാടിയിലെ ആദിവാസികളുടെ കാര്യം അറിയില്ല. അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചിരുന്ന കാശുണ്ടായിരുന്നെങ്കിൽ, ഗവൺമെൻറ് ചിലവഴിച്ചിരുന്ന കാശുണ്ടായിരുന്നെങ്കിൽ ഓരോ അട്ടപ്പാടി ഇവിടെ അട്ടപ്പാടിക്കാരൻ ഓടിക്കാറിൽ പോവുകയാണ്. അപ്പോൾ ഓടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പാവങ്ങൾ. അപ്പോൾ അതിന് കാരണം എന്താണ്, ഈ പൈസ മൊത്തം വേറെ ചില ആളുകൾ പോക്കറ്റിലേക്ക് പോകാൻ. അതെന്ത് എങ്ങനെ ഞാൻ പറയുന്നില്ല, ഉണ്ണിമൂന്നനോട് ചോദിച്ചാൽ മതി. ഉണ്ണിമൂന്നൻ്റെ സിനിമയിൽ അതാണ് പറയുന്നത്, കൂടുതൽ ഞാൻ പറയുന്നത്. അപ്പം ഉണ്ണിമൂന്നനും സുരേഷ് ഗോപിനെ പോകണ്ടല്ലേ, ഗോകുൽ രണ്ടുപേരുള്ള സിനിമ ഉണ്ടായി, പേരേ മോഹൻ. അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം USAIDുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം സഹായങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് അമേരിക്ക കൊടുക്കുന്നത് അമേരിക്കയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണത്. അത് പണ്ടേ കമ്മ്യൂണിസ്റ്റുകാർ വന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ BJPക്കാരൊക്കെ അമേരിക്ക കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭ്രാന്താന്ന് നടക്കുകയായിരുന്നു. സോവിയറ്റ് റഷ്യ അവരുടെ താല്പര്യങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടി അവർ കൊടുത്തിരുന്നു. സാമ്രാജ്യത്വ താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആര് ചെയ്തിരുന്നു? അമേരിക്ക ചെയ്തിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സൈഡിൽ മാത്രം പറയുമായിരുന്നു, ഈ പറയുന്ന അമേരിക്കക്കെതിരെ. അപ്പോൾ ശരിയായിരുന്നു, അവർ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ്. നമ്മളവിടെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ ഏത് വേണമെന്ന് വരെ തീരുമാനിക്കുന്നതിൽ അമേരിക്കയുണ്ട്. കാരണം അവരുടെ ഏജന്റുമാരുണ്ട് ഇവിടെ. നിങ്ങൾ വിചാരിക്കാത്ത ആളുകളൊക്കെ അവരുടെ ഏജന്റുമാരാണ്. നിങ്ങൾ തൊട്ട് മുന്നിൽ കാണുന്ന നിങ്ങൾ വിചാരിക്കാത്ത ആളുകൾ പലരും പ്രമുഖരായ അവരുടെ ഏജന്റുമാരാണ്. അവരുടെ മക്കളൊക്കെ എവിടെ പഠിക്കുന്നു, അവർക്ക് എവിടെയൊക്കെ കാസറ്റ് ഉണ്ട്, അവർക്ക് അത് കേസുകൾ അങ്ങോട്ട് പോയി എന്നൊക്കെ നോക്കിയാൽ മനസ്സിലായോ? ഇൻവിസിബിളാണ്. അപ്പം
അതുകൊണ്ട് തന്നെ മോഡി എന്തുകൊണ്ട് മോഡിക്ക് അവരെതിരാണ്. മോഡി അവരുടെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ അവരുടെ ഇന്ത്യയെ പെട്ടെന്ന് പൊളിറ്റിക്കലായി പിടിക്കാന്നുള്ള അവരുടെ ഉദ്ദേശമല്ല. ഗ്രാജുവലായി 100-200 വർഷം എടുത്തുകൊണ്ട് ഇവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ്റെ സ്വഭാവം മാറ്റി അവർക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ടൊരു 500 വർഷം 300 വർഷം കൊണ്ട് ഗ്ലോബൽ ഒരു രാജ്യം ഒരു ജനത എന്ന രീതി കൊണ്ടുവരിക. അതാണ് അവരുടെ സ്ട്രാറ്റജിയാണ്. അതവർ നടപ്പിലാക്കുകയും ചെയ്യും. അതിനുള്ള പ്ലാൻ അവർക്കുണ്ട്. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ചെയ്യുന്ന ആളുകളെ അവർ പിന്നെ ജനാധിപത്യത്തിൻ്റെ ശത്രു എന്നൊക്കെ വന്നിട്ട് കൊന്നുകളയുകയും ചെയ്യും രാജ്യങ്ങളെയും. അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ആയുധശേഷി വരണം. അങ്ങനെ ഇന്ത്യക്കൊന്നും അടുത്ത കാലത്തും വരില്ല. ഇപ്പം മോഡി ഇപ്പം തുടങ്ങി അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത നമ്മൾ ഈ രംഗത്ത് കൊണ്ടുവരുന്ന അവർ ഏത് വിധേനയും തീർക്കും. ഇറാഖിലൊക്കെ അവരല്ല, ഇറാനോടൊക്കെ നമുക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഇപ്പോൾ ഇറാഖിന് ഇറാനെ പ്രശ്നം എന്താണ്? അവരെ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ നോക്കുന്നു, സ്വയം പര്യാപ്തത കൈവരിക്കാൻ നോക്കുമ്പോൾ അവരെ ഭീകരവാദികളാക്കുന്നു. ഇവരെ കൂടെയുള്ള ഇസ്രായേലിന് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പൊട്ടിക്കുക, പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പൊട്ടിക്കുക. അതങ്ങനെ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന അവർ പണ്ടേ എതിരായിരുന്നു. റഷ്യക്കാർ വിചാരിച്ച് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, കാരണം നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് ഇവരെ എതിരായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവർക്കെതിരെ ശക്തിയായിട്ട് മാറും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം സെൽഫ് റിലയൻസ് നമ്മളിപ്പം അവരെ നിങ്ങൾ നോക്കി, അവിടെ നിങ്ങൾ ഇപ്പോൾ F-35 കിട്ടിയെന്ന് അത് സന്തോഷിക്കുന്നുണ്ടല്ലോ. ടെക്നോളജി ട്രാൻസ്ഫോം ഇല്ല. ആണി പോലും അവരുണ്ടാക്കാനുള്ള സാങ്കേതികവിദ്യതയില്ല. നിങ്ങൾ അവിടെ ആളുകൾ വന്നിട്ട് ഇവിടുന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. മാത്രമല്ല ഈ F-35 കിട്ടിയെന്ന് ഓരോരുത്തർ ആഘോഷിക്കുന്നുണ്ടല്ലോ. ഞാൻ അതിന് ഡിഫൻസ് അനാലിസിസ് നോക്കി, ഒരു ഓഫർ പോലും വന്നിട്ടില്ല. ട്രംപ് അയാളുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്തിനാണ് ഈ തുള്ളിച്ചാടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വിത്ത് സോഴ്സ് കോഡ് നടന്നു തന്നെ. ഈ ഇവിടുന്ന് കിട്ടുന്ന ന്യൂസൊക്കെ മര്യാദയ്ക്ക് ആ ട്രംപിൻ്റെ പ്രസംഗവും അതിനുശേഷം അവരുടെ വിദേശകാര്യ ഉപദേഷ്ടാവിൻ്റെ പിന്നെ ഒരു ബൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് നോക്കിയാൽ കാര്യം മനസ്സിലായി. ഞാൻ ഡിഫൻസിലുള്ള ആളുകളുടെ പല സംഭാഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടു. പ്രധാനപ്പെട്ട എയർഫോഴ്സിലൊക്കെ അവരൊക്കെ പറയുന്നതിൽ ഓഫർ പോലും വന്നിട്ടില്ല. മനസ്സിലായി, പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ല. അതാണ് ഈ പറഞ്ഞ സംഭവമാക്കുന്നത്. നീ F-35 3-1 വിലക്ക് ഏതാണ്ട് F-35 കിട്ടി കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമുക്ക് ചൈനയെ നേരിടാൻ എന്നുള്ളതാണ് ഇന്നിപ്പോൾ അറിയപ്പെടുന്നു. അതുകൊണ്ട് മാത്രം ചൈനയെ നേരിടാനും പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശത്രുവായിട്ട് ഭാവിയിൽ വരാൻ സാധ്യത അമേരിക്കയാണ്. അമേരിക്കക്കെതിരെ ഈ സാധനം ഉപയോഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ റഷ്യൻ ടെക്നോളജിയാണ്, അവർക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. റഷ്യ നമ്മളൊരു യുദ്ധത്തിൽ സാധ്യത, അമേരിക്ക നമ്മളൊരു ഭാവിയിൽ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയാണ്. ഇവിടെ ഹിന്ദുയിസത്തിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനമെങ്കിൽ അമേരിക്കയായിട്ട് യുദ്ധം ഇൻഎവിറ്റബിളാണ്. അപ്പോൾ അതിന് നമ്മൾ ശക്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ നമുക്ക് ഈ ടെക്നോളജി ഒന്നും ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുന്നത്. നമ്മളെന്തെങ്കിലും കണ്ടുപിടിച്ചാൽ, നമ്മൾ മിസൈൽ കണ്ടുപിടിച്ചാൽ വലിയ പ്രശ്നം, അതിന് ഉപരോധം. അവർ എന്ത് മിസൈൽ കണ്ടുപിടിച്ചാലും പ്രശ്നമില്ല. അവരങ്ങ് പ്രോക്സിമ സെൻറ്റൂറിയിൽ എത്തുന്ന മിസൈൽ കണ്ടുപിടിച്ചാൽ ഒരു പ്രശ്നമില്ല. നമ്മൾ പാകിസ്ഥാനിൽ എത്തുന്ന മിസൈൽ കണ്ടുപിടിച്ചാൽ പ്രശ്നമാണ്. നമ്മളെ സയൻറ്റിസ്റ്റുകളെ ചരവൃത്തി കേസ് കൊടുക്കുന്നു. നിങ്ങൾ വിചാരിച്ചതൊക്കെ വെറുതെ തന്നാൽ നമ്പ്യാനോട് സംസാരിച്ചാൽ മതി. ആൾ പറഞ്ഞു ഇത് എങ്ങനെ വന്നാൽ അന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്രമാത്രം അവർ പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഏജന്റുമാർ ഏതൊക്കെ മേഖലയുണ്ട് നിങ്ങൾക്ക് നമ്പിനാരോട് സംസാരിച്ചാൽ മനസ്സിലാവും. ഇപ്പോഴും നമ്പിനാരൻ കുറ്റക്കാരാണെന്ന് നടക്കുന്ന ചില ആളുകളുണ്ട് ഇവിടെ. ചിലർ ഈഗോന്റെ പുറത്ത് പറയുന്ന പോലീസ്, അത് നമ്മൾ കാര്യമാക്കണ്ട. അവർക്ക് ആ കേസ് തൊട്ട് വേണ്ടി ഈഗോ ആണ്, അത് പാവങ്ങളാണ്. അതല്ലാതെ തന്ത്രപരമായി പറയുന്ന ആളുകളുണ്ട്, വലിയ ഒപ്പീനിയൻ മേക്കേഴ്സ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ അമേരിക്ക ഇത് ചെയ്യുന്നത് മോഡിനെ ആദ്യം അവർക്ക് ഇഷ്ടമായിരുന്നു. അവർ വിചാരിച്ച മോഡി ഇവിടെ വന്ന് അവർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. കാരണം മൻമോഹൻ സിംഗിനൊക്കെ തന്നെ ഒരു പരിധി കൂടുതൽ ഇത് ചെയ്തു കൊടുക്കില്ലേ കോൺഗ്രസ്സുകാരൊക്കെ. കാരണം അവർക്ക് അറിയാം ഇപ്പോഴത്തെ RSSനും BJPക്കാരും പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്തു കൊടുക്കില്ല. അപ്പോൾ ഇവർ എന്താ പിന്നെ RSSനും BJPനും പറഞ്ഞാൽ BJP ഇഷ്ടം പോലെ ചെയ്യാമെന്നായിരുന്നു ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ നടന്നില്ല. മോഡിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഇന്ത്യയാണ് പ്രധാനം, രണ്ടാമത് ഹിന്ദുവാണ് പ്രധാനം, മൂന്നാമത് ഹിന്ദുത്വമാണ് പ്രധാനം, നാലാമത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മളൊക്കെ കാര്യം നോക്കും. അതാണല്ലോ മൂപ്പരല്ല അതിന്. സത്യമാണ്. ഇന്ത്യക്കാരെന്ന രീതിയിൽ മൂപ്പര് നമ്മളൊക്കെ കാര്യം നോക്കും. പക്ഷെ മുസ്ലിം എന്ന രീതിയിൽ നോക്കില്ല. വേണ്ട, അവർക്ക് ഇന്ത്യക്കാരെന്ന രീതിയിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് മൂപ്പരല്ല അതിന്. അപ്പോൾ ഈ കാര്യത്തിൽ മൂപ്പര് വിട്ടു. പിന്നെ അങ്ങനെ മക്കൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ അങ്ങനെ മക്കളില്ല. അങ്ങയുടെ ഭാര്യയ്ക്ക് ജോലി വേണ്ട. അവരിവിടെ ഒരു പാവം ഹാപ്പി ആയിട്ട് കഴിയുന്ന ലേഡിയാണ്, അവർക്ക് ജോലി വേണ്ട. അപ്പോൾ അതുകൊണ്ട് മോഡി അവരുടെ ശത്രുവാണ്. അതുകൊണ്ടാണ് മോദിയെ വളയ്ക്കാൻ അവർക്ക് പറ്റില്ല എന്നുള്ളത്. അവർ ശ്രമിച്ചു നോക്കി. അവർ ആദ്യം വിചാരിച്ചത് പറ്റുമെന്നായിരുന്നു. RSSന്റെ അവരെന്താ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ അവർ RSS ഈ പറയുന്ന താലിബാനൊക്കെ പോലെ മുസ്ലിം തീവ്രവാദികളെ പോലെ ഒരു ഓർഗനൈസേഷൻ ആദ്യം അങ്ങ് വിചാരിച്ചു അതുപോലെ ഇതിനെ കൈകാര്യം ചെയ്യാം. അങ്ങനെ ആദ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ബാബർ രാമജന്മഭൂമി പ്രശ്നമൊക്കെ ആദ്യമായിട്ട് പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഉന്നയിക്കാനുള്ള തീരുമാനം ചർച്ച വരുന്നത് കാർണഗി ഫൗണ്ടേഷനിൽ 80കളിൽ നടക്കുന്ന കാർണഗി ഫൗണ്ടേഷൻ ഉണ്ട്, അവർ ഫണ്ട് ചെയ്യുന്ന ഏജൻസിയാണ്. അവിടെ നടന്ന ചർച്ചയാണ് അമേരിക്കയിൽ. അതിനുശേഷമാണ് ഇവിടെ വലിയ സംഭവമായിട്ട് വരുന്നത്. അപ്പോൾ അവരന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇവരങ്ങ് പൊക്കി വിട്ട് അടുത്ത താലിബാനായിട്ട് ഇന്ത്യ പിടിക്കുകയാണ്. പക്ഷേ RSS താലിബാൻ അല്ലാന്ന് അവർക്ക് അറിയില്ലല്ലോ. RSSന്റെ കൂടെ നടക്കുന്ന ചിലരോ അല്ലെങ്കിൽ പിണങ്ങിപ്പോയ ചിലരോ ഒക്കെ ചില താലിബാനെ പോലെ ആക്ട് ചെയ്യുന്നുണ്ടാവാം.
പക്ഷേ RSS ഈസിനുണ്ട് താലിബാനിസ്റ്റ് ഓർഗനൈസേഷൻ. ഇങ്ങനെ വേണമെങ്കിൽ ഒരു മതമൗലികവാദ സംഘടന എന്നൊക്കെ ആ രീതിയിലൊക്കെയാണ് പറയാം. അത് ഹിന്ദുസിന് പ്രാമുഖ്യം കൊടുക്കുന്നു, അതിൻ്റെ പെർമനൻസ് കൊടുക്കുന്നു, ആ രീതിയിൽ പറയാമെന്നല്ലാതെ ഇറ്റ്സ് നോട്ട് എ ഫണ്ട് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ ഓ ഇറ്റ്സ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ. അവിടെയാണ് അവർക്ക് തെറ്റിപ്പോയത്. ഇപ്പോൾ അവർ ആ തെറ്റ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ 5-10 വർഷത്തിനിടയ്ക്ക് RSS മുമ്പേ കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. മോഡിയും BJP ഭയങ്കരമായി കൺസോളിഡേറ്റ് ചെയ്തു. ജനങ്ങളെ സ്വാധീനിക്കാൻ അവർക്ക് പറ്റുന്നില്ല, അതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അവരെന്തെങ്കിലും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ട്രംപ് ഉള്ളതുകൊണ്ട് അത്ര ഓപ്പണായി ശ്രമിക്കില്ല, എങ്കിലും അതിന് ശേഷം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സെൽഫ് റിലയൻസ് ഉറപ്പുവരുത്താന്നു. ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ജനിതകമായൊരു സ്വഭാവമാണത് ഒന്നത്. രണ്ടാമതായിട്ട് ഇവിടുത്തെ മുസ്ലിംസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മുസ്ലിംസ് സ്ത്രീയും ക്രിസ്ത്യാനികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ മോഡിക്കെതിരെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് മോഡീനെയാണ് തകർക്കേണ്ടത്. മോഡി ഇവിടെ ഉണ്ടാകുമ്പോൾ ഇവിടെ തനത് സംസ്കാരവും ജനങ്ങളെ തനത് ഐഡൻറ്റിറ്റിയും ഇവിടെ നിലനിർത്താനുള്ള ഒരു ശ്രമങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കിട്ടും. പക്ഷേ മോഡി ഇല്ലാതായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാകാൻ പോകുന്നതാണ് ഇവിടെ ശരിക്കും റിയൽ ഫൈറ്റ് നടക്കുന്ന ആരാണ്? റിയൽ ഫൈറ്റ് നടക്കുന്ന അമേരിക്കൻ സ്റ്റേറ്റും പിന്നെ മുസ്ലിംസും ആയിട്ടാണ്. നിങ്ങൾ നോക്കിയാൽ മതി. അത് മുസ്ലിംസിൻ്റെ ഫ്രണ്ട്സ് അതൊക്കെ പറയുന്നത് ഏറ്റവും വലിയ റിയൽ ഫൈറ്റ് നടക്കുമ്പോൾ ജൂതനും മുസ്ലിം കൂടിയല്ല, അമേരിക്കൻ സ്റ്റേറ്റും മുസ്ലിംസും ആയിട്ടാണ്. അമേരിക്കൻ സ്റ്റേറ്റും മുസ്ലിംസ് അവരുടെ സമ്പാദിത്ത താല്പര്യങ്ങൾക്ക് ഈ മുസ്ലിം ഏരിയയിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇവർക്ക് മതം വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ഇവർ ഇതിനു വേണ്ടി ചാകുന്നത്. അപ്പോൾ സത്യത്തിൽ ഇവിടെ പണ്ട് ബ്രിട്ടീഷർ ചെയ്തപോലെ BJP-ക്കാരെയും മുസ്ലിങ്ങളെ അടുപ്പിക്കാന്നുള്ള അവരുടെ അജണ്ട. എന്നിട്ട് മുസ്ലിംസിന്റെ പേര് വന്നുകൊണ്ട് ഇവിടെ മനുഷ്യാവകാശം വന്നുകൊണ്ട് ഇവിടെ ഇടപെടണം. ഉന്നയിച്ച് ഇവിടെ ഇതാണ് ഇവരുടെ ഉദ്ദേശം. ഇത് മനസ്സിലാക്കണം. മിനിമം കോമൺ സെൻസ് എങ്കിലും ഇവിടുത്തെ മുസ്ലിംസ് കാണിക്കണം. പിന്നെ ഈ പറയുന്ന മുസ്ലിംസിനിടെ തീവ്രമായി സംസാരിക്കുന്ന പല അമേരിക്കയുടെ സ്വന്തം ആളുകളാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മക്കളൊക്കെ എത്രയാൾക്ക് അങ്ങനെയാണ് ഒറ്റടുത്ത് അവിടെ സ്കോളർഷിപ്പ് കിട്ടല്ലോ. അപ്പം ജമാഅത്തെ ഇസ്ലാമിൻ്റെ മതി ഈ തീവ്ര ഇസ്ലാമിക മനസ്സിലുള്ള പല ആളുകളുടെ മക്കൾ നോക്കിയാൽ മതി. ഞാൻ വരാൻ പോകുന്നില്ല, അമേരിക്കയിലൊക്കെയാണ് പഠിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ കൊടുക്കല്ലോ, വിസ കൊടുക്കല്ലോ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശിൽ ഇവരെന്ത് പണി ചെയ്തത്? അവിടെയുള്ള സെക്യുലർ ജനാധിപത്യ ഗവൺമെന്റ് അട്ടിമറിച്ച് അമേരിക്കയുടെ പാവ ഗവൺമെന്റ് ഉണ്ടാക്കി അല്ലേ ചെയ്തിരിക്കുന്നത്. ഈ IS എന്താ ചെയ്തിരിക്കുന്നത്? IS പണ്ടേ നിങ്ങൾ പറഞ്ഞത് ഇത് മൊസാദ് അല്ലെ അമേരിക്കൻ ഗൂഢാലോചനയാണ്. ഇപ്പോൾ അവിടെ വന്ന IS തീവ്രവാദി അമേരിക്കനും മൊസാദായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ്. അമേരിക്ക ഈസ് വെരി ഹാപ്പി അബൌട്ട് സോ ഈസ് ദ കേസ് ഓഫ് മൊസാദ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലായി. ഇപ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട സിറിയൻ ക്രിസ്ത്യാനികൾ, ഞാൻ രണ്ടു ഭാഗത്തെ കൃത്യമായി എടുത്തു പറയാൻ കാരണമുണ്ട്. ഇവർ കൾച്ചറൽ സ്പേസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. ഇവരിത് സിറിയൻ ക്രിസ്ത്യൻസ് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, മുസ്ലിംസ് ഇത് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ തന്ത്രങ്ങൾ അതിവിശാലവും വളരെ ഗൂഢവുമാണ്, വിപുലവുമാണ്. അതെ, വിപുലവുമാണ്. എന്തായാലും അതിനെ നമ്മുടെ രാജ്യം അതിജീവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇന്ത്യക്ക് ഒരു കാര്യമുണ്ട്, ഇത്തിരി പടയോട്ടങ്ങൾ ചെങ്കീസ് ഖാൻ ഉൾപ്പെടെയുള്ള ആളുകളെ പടയോട്ടം നടന്നതാണ് അന്ന്. എന്നിട്ട് ഇത്രയും കാലത്ത് ഇങ്ങനെ നിന്നില്ലേ? ചെങ്കീസ് ഖാൻ്റെ പടയോട്ടം തടഞ്ഞ ആരായോ? മുഹമ്മദ് ഗിൽജി എന്ന് പറഞ്ഞിട്ടുള്ള ഗിൽജിയാണ്. ആരെങ്കിലും വരും, അയാളൊക്കെ ഇപ്പോൾ ചരിത്രത്തിൽ വില്ലനായിരിക്കാം ചിത്രീകരിക്കപ്പെടുന്നത്. പക്ഷേ അയാൾ അങ്ങനെ വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ വരും. അത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് ഹാവ് ദ ആൻസർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.